അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെയും കുടുംബത്തെയും നമ്മെ സഹായിക്കുന്നവരെയും കുടുംബത്തെയും ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്ന സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ശാരീരിക, മാനസിക, സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും ബലാ മുസീബാത്തിൽ നിന്നും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും മാറാവ്യാധികളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും അള്ളാഹു സലാമത്താക്കട്ടെ. അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും പെട്ടെന്നുണ്ടാവുന്ന മരണങ്ങളിൽ നിന്നും അള്ളാഹു കാക്കട്ടെ. എല്ലാ സമയത്തും അള്ളാഹുവിന്റെ ഹിഫ്ളും ഹിമായത്തും നമുക്കും പറയപ്പെട്ടവർക്കും ഉണ്ടാവട്ടെ. നമ്മിൽപ്പെട്ട രോഗികൾക്ക്, അതുപോലെ നമ്മെ സഹായിക്കുന്ന എല്ലാ രോഗികൾക്ക് അള്ളാഹു ആജിലായ താമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. എന്ത് പ്രയാസകരമായ രോഗമാണെങ്കിലും ഷാഫിയായ അള്ളാഹു അവന്റെ മഹൽ ഫദ്ൽ കൊണ്ട് പൂർണ്ണ ശിഫ നൽകട്ടെ. എല്ലാവർക്കും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ, അതുപോലെ നമ്മെ സഹായിക്കുന്നവരിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ബർസഖിയായ ജീവിതം റാഹത്തിലും സന്തോഷവുമായി കൊടുക്കട്ടെ. അവർ ജീവിതത്തിൽ ചെയ്ത എല്ലാ സൽക്കരങ്ങളും അള്ളാഹു കബൂൽ ചെയ്യട്ടെ. വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുകൊടുത്ത് മാപ്പായി കൊടുക്കട്ടെ. അവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും അനുഗ്രഹിക്കട്ടെ. അവരുടെ എല്ലാം ഖബറിടം അള്ളാഹു സ്വർഗ്ഗ പൂന്തോപ്പാക്കട്ടെ. ഖബർ വിശാലമാക്കട്ടെ, പ്രകാശപൂരിതമാക്കട്ടെ. ഖബറിലെ എല്ലാ അദാബിനെ തൊട്ടും ഫിത്നയെ തൊട്ടും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. സ്വർഗീയമായ എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു അവർക്ക് നൽകട്ടെ. നാളെ ജന്നാത്തുൻ നഈമിൽ അവരെയും നമ്മയും അള്ളാഹു ഒരുമിച്ചിട്ട് തരട്ടെ. ഈ വിശുദ്ധമായ റമദാൻ അനുകൂലമായ സാക്ഷി നിൽക്കുന്നവരിൽ അവരെയും നമ്മയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.